വടക്കൻ ഇറാഖിലെ ഇർബിൽ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥനായ ചീഫ് വാറന്റ് ഓഫീസർ അർണോഡ് ഫ്രിയോൺ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 6 സൈനികർക്ക് പരിക്കേറ്റതായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്ഥിരീകരിച്ചു. ISIS-നെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി 2015 മുതൽ ഇറാഖിൽ തമ്പടിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സഖ്യസേനയുടെ ഭാഗമായിരുന്നു ഇവർ. ഇർബിലെ മഖ്ബൂർ മേഖലയിലാണ് ആക്രമണം നടന്നത്. മേഖലയിൽ ഇറ്റാലിയൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഫ്രഞ്ച് സേനയ്ക്ക് നേരെയും ഡ്രോൺ പതിച്ചത്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാഖിലെ വിദേശ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാഖിലെ ഫ്രഞ്ച് താൽപര്യങ്ങൾ ലക്ഷ്യമിടുമെന്ന് നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച മാക്രോൺ, ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഫ്രഞ്ച് സൈന്യം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം പടരുന്ന സാഹചര്യത്തിൽ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുവാൻ ഫ്രാൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇറാഖിലെ വിദേശ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ മേഖലയെ കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.